ആരാണ് ഒരു നല്ല മനുഷ്യൻ? ഇക്കാലത്ത് ആരെ വിശ്വസിക്കാൻ കഴിയും? നമ്മുടെ കൺമുന്നിലുള്ള പലരും മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നവരാണ്. പുറമെ കാണുമ്പോൾ മാന്യന്മാരെന്ന് തോന്നാം, സംസാരം കേട്ടാൽ മഹാനെന്ന് കരുതും. അങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ പ്രചോദിപ്പിച്ച ആവേശം പകർന്ന ചില ആളുകളുണ്ട്. ആത്മീയാചാര്യന്മാർ, മതപണ്ഡിതർ, രാഷ്ട്രീയ നേതാക്കൾ, പ്രഭാഷകർ, അങ്ങനെ ഒരു തലമുറയ്ക്ക് മാതൃകയായി മാറിയ മനുഷ്യരുണ്ട്. എന്നാൽ നമ്മൾ ആരാധനയോടെ കാണുന്ന ആളുകളെക്കുറിച്ച് മോശം കാര്യം കേട്ടാൽ എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലഹരിക്കെതിരെ പോരാട്ടം നടത്തി യുവാക്കൾക്ക് നന്മ പകർന്നു നൽകിയ അയാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് ഞെട്ടലോടെയാണ് കേട്ടത്. ഫിലിപ്പ് മമ്പാടിനെതിരായ പോക്സോ കേസിൻ്റെ വസ്തുത എന്താണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുട്ടികളുടെ ഹൃദയം കൊണ്ട് സംഭാഷണം നടത്തുന്നയാൾ, സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിലും യുവാക്കൾക്കിടയിലും പ്രിയങ്കരനായ പ്രഭാഷകൻ, ലഹരിക്കടിമകളായ കുറേ ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച മനുഷ്യസ്നേഹി, മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാടിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അയാളെ നേരിൽ കാണാനും വാക്കുകൾ കേൾക്കാനും പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അയാളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ കീഴ്മേൽ മറിയുകയാണ്. ഒരു തലമുറയ്ക്ക് വഴികാട്ടിയായ ഫിലിപ്പ് മമ്പാട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. മാനസിക വൈകല്യമുള്ള 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ ഫിലിപ്പിനെ മലപ്പുറം നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 16 വയസ്സുകാരിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചേവായൂർ പോലീസ് കൈമാറിയ പരാതിയിലാണ് നിലമ്പൂർ പോലീസിന്റെ ഭാഗത്ത് നിന്നും തുടർ നടപടികളുണ്ടായത്. നിലമ്പൂരിലെ സ്വന്തം വീട്ടിൽ നിന്നാണ് കുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കി. തുടർന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചാണ് പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് കേസിൽ നിയമ നടപടികൾ ആരംഭിച്ചത്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് പ്രതിയെ നിലമ്പൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിംഗിനായി ഫിലിപ്പ് മമ്പാടിനെ ആശ്രയിച്ചിരുന്നു. ഇടക്കാലത്ത് രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി പെൺകുട്ടി ഫിലിപ്പിന്റെ സംരക്ഷണയിലാണ് താമസിച്ചിരുന്നത്. ഇതിനിടെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിയാതെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. 2025 സെപ്റ്റംബർ 3-4 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം. രക്ഷിതാക്കളുടെ അറിവില്ലാതെ അതിജീവിതയെ കൊണ്ടുപോയി. പീഡനം, പോക്സോ വകുപ്പുകൾ എന്നിവ ഉൾപ്പെടെ ചുമത്തിയാണ് FIR. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് മമ്പാട് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്നതാണ് ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായിരിക്കെ ഫിലിപ്പ് മമ്പാട് സ്വയം വിരമിക്കുകയായിരുന്നു. കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവർക്ക് ചിലവിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ട്. കാരണം ചെറുപ്പത്തിൽ നമ്മളെ വളർത്താൻ അവർ കുറേ കഷ്ടപ്പെട്ടതാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് പലരും അച്ഛനമ്മമാരെ മറക്കും. അവർ ചിലപ്പോൾ ബാധ്യതയാകും. കണ്ണൂർ പള്ളിയാമൂലയിൽ വീട്ടുചെലവിന് പണം ചോദിച്ച അമ്മയോട് ഒരു മകൻ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ ഉള്ളു പൊള്ളും കേട്ടോ. മദ്യലഹരിയിൽ മകൻ അമ്മയെ കസേരയോടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ പള്ളിയാമൂല സ്വദേശിനി ശാന്തയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവശേഷം ഒളിവിൽ പോയ മകൻ സജീവനെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11ഓടെയാണ് സംഭവം. മദ്യലഹരിയിലായിരുന്നു സജീവൻ. 88 വയസ്സുകാരിയായ സ്വന്തം അമ്മയെ കസേര സഹിതം മുറ്റത്തേക്ക് എറിയുകയായിരുന്നു. വീട്ടുചെലവിന് അമ്മ പണം ചോദിച്ചതാണ് പ്രകോപന കാരണമായി പോലീസ് പറയുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വയോധിക നിലവിൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ന്യൂറോ ICUവിൽ ചികിത്സയിലാണ്. പള്ളിയാമൂല ലക്ഷം വീട് നഗറിലാണ്
ശാന്തയും മകൻ സജീവനും ഏറെക്കാലമായി താമസം. സ്ഥിരം മദ്യപാനിയായ ഇയാൾ അമ്മയുമായി കലഹിക്കുന്നതും മർദ്ദിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടന്ന ദിവസം രാത്രി ഇവർ തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. തുടർന്നായിരുന്നു അമ്മയ്ക്ക് നേരെയുണ്ടായ അക്രമം. ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ അയൽവാസികളും നാട്ടുകാരും ചേർന്ന് ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതി ഉച്ചയോടെയാണ് കണ്ണൂർ ടൗൺ പോലീസിന്റെ പിടിയിലായത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. ലഹരി തലയ്ക്ക് പിടിച്ചാൽ ചിലർക്ക് ഭ്രാന്താകുമെന്ന് കേട്ടിട്ടില്ലേ? കോഴിക്കോട് താമരശ്ശേരിയിൽ കഴിഞ്ഞ പുലർച്ചെ യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമം ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തി. മോഷ്ടിച്ച പിക്കപ്പ് വാനിലെത്തിയ യുവാവ് സ്വന്തം വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ ഇടിച്ചു തകർത്തു. പിന്നീട് മുൻപ് ജോലി ചെയ്തിരുന്ന വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടു. മില്ലിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിന്റെ ടയറും തകർത്തു. തുടർന്ന് സ്വന്തം അച്ഛനെയും ആക്രമിച്ചു. വെളിമണ്ണ സ്വദേശി റാസിക്കാണ് 2.5 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തിയത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഞ്ചാവ് ലഹരിയിലാകാം ഇയാൾ ആക്രമണം നടത്തിയതെന്നാണ് സൂചന. പുലർച്ചെ 1 മണിക്ക് താമരശ്ശേരി ചുങ്കം ജംഗ്ഷനിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. വഴിയോരത്ത് നിർത്തിയിട്ട ആംബുലൻസ് തട്ടിയെടുക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇത് പരാജയപ്പെട്ടതോടെ വഴിയിലൂടെ കടന്നുപോയ വാഹനങ്ങൾക്ക് കൈകാട്ടി. തുടർന്ന് സമീപത്ത് തന്നെ നിർത്തിയിട്ട പിക്കപ്പ് വാനുമായി കടന്നുകളഞ്ഞു. സ്വന്തം വീടിനരികത്തുള്ള വെളിമണ്ണയിൽ എത്തിയ ശേഷം ഇയാൾ വഴിയരികിൽ നിർത്തിയിട്ട കാർ ഇടിച്ചു തകർത്ത് സമീപത്തെ വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടു. ഇടിയുടെ ആഘാതത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. മില്ലിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിന്റെ ടയറും പൊട്ടിയ അവസ്ഥയിലും. ഈ വണ്ടി അവിടെ വെച്ചിട്ട് വേറൊരു വണ്ടി എടുത്തിട്ടാണ്, പ്രഷറിന്റെ എന്തൊരു വണ്ടി എടുത്തിട്ടാണ് ചുറ്റുപ്പെടുത്തി ഇവിടേക്ക് വന്നതാണ്. അതാണ് സംഭവിച്ചത്. ആ വണ്ടി ഈ കാറിടിച്ച വണ്ടി മങ്ങാട് പമ്പിൽ നിലവിലുണ്ട്. പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മോട്ടീവ് എന്താണെന്ന് നമുക്കറിയില്ല. ഇത്ര പോലെ ഒരു ഇടിച്ചിട്ട് സൈഡാക്കണമെങ്കിൽ എന്തിന് പേരിലാന്നുള്ളത് മനസ്സിലാകുന്നില്ല. ചാടി കിടക്കല്ലേ, 3-4 ഇടിക്കാതെ വണ്ടി ഇങ്ങനെ ഒരു വൃത്തായി കളിക്കില്ല. ഗോഡൗണിൽ തീ കത്തുന്നു, ഉടനെ വരണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടി, വാതിൽ തുറന്ന് ഓടി. അപ്പോഴത്തെ ഒരു പിക്കപ്പ് മുന്നിൽ കൂടെ എടുത്ത് അതിൻ്റെ സൗണ്ട് കേട്ട് വാതിൽ തുറക്കുന്നത് കണ്ടിട്ട് പിക്കപ്പ് എടുത്ത് ഓടി. അവർ ഓടിച്ചു വന്ന് പിന്നെ ഇന്നലെ ആംബുലൻസിന് തീ കത്തി. ആംബുലൻസ് എടുത്ത് മാറ്റി. ആംബുലൻസ് മാറ്റിയതിന് ശേഷം പിന്നെ തീയൊക്കെ വലിച്ചു. തുടർന്ന് ഓമശ്ശേരി മങ്ങാടുള്ള പെട്രോൾ പമ്പിലെത്തിയതോടെ പിക്കപ്പ് വാനിന്റെ ടയർ പൊട്ടി. ഇതോടെ പമ്പിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു പിക്കപ്പ് വാൻ സ്ഥലം വിട്ടു. ഈ വാഹനം വെളിമണ്ണയിലെ ഒരു വീടിന്റെ പോർച്ചിൽ നിന്നും കണ്ടെടുത്തു. വാഹനം സ്വന്തം വീട്ടിൽ നിർത്തിയിടാനാണ് ഇയാൾ ശ്രമിച്ചത്. ഇത് അനുവദിക്കാതെ വന്നതോടെ പിതാവിനെയും പ്രതി റാസിക്ക് മർദ്ദിച്ചു. പെട്രോൾ പമ്പിലെ CCTV ദൃശ്യം പരിശോധിച്ചതോടെയാണ് റാസിക്കാണ് പരാക്രമങ്ങൾ നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാളുടെ മൊബൈൽ ഫോൺ താമരശ്ശേരിയിൽ കുടുക്കിൽ ഉമ്മരത്തെ പാചകവാത ഗോഡൌണിന് സമീപം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ഇയാളുടെ വീടിന് മുൻവശത്ത് വഴിയരികിലായി നിർത്തിയിട്ട കാറാണ് തകർത്തത്. തീ വെച്ച് നശിപ്പിച്ച വെളിച്ചെണ്ണ മില്ലിൽ റാസിക് നേരത്തെ ജോലി ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും നിത്യേന നിരവധി രോഗികളും സന്ദർശകരും വരാറുണ്ട്. ആ തിക്കിനും തിരക്കിനുമിടയിൽ ആരൊക്കെ വന്നു പോകുന്നുവെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണ്. അതിനിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചമഞ്ഞ ഒരു യുവതി എത്തിയത്. സീനിയർ റെസിഡൻ്റായ ന്യൂറോ സർജൻ എന്നായിരുന്നു യുവതി സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞത്. എന്നാൽ സെക്യൂരിറ്റിക്കാർക്ക് ചില സംശയം. അവർ മറ്റു ഡോക്ടർമാരുടെ കാര്യം തിരക്കി. ഇങ്ങനൊരു ഡോക്ടറെ പരിചയം പോലുമില്ല. സംശയം തോന്നുന്നതിനെ തുടർന്ന് യുവതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കോട്ടയം പെരുന്ന സ്വദേശിനി ഇവയാണ് പിടിയിലായത്. സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എന്നാൽ എന്തായിരുന്നു യുവതിയുടെ ഉദ്ദേശമെന്ന് വ്യക്തമായിട്ടില്ല. രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഡോക്ടർ എന്ന വ്യാജേന എത്തിയ യുവതി സീനിയർ റെസിഡന്റായ ന്യൂറോ സർജനാണെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞത്. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ജീവനക്കാർ വിവരം അധികൃതരെ അറിയിച്ചു. അങ്ങനെ ഒരാൾ ഉള്ളതായി ഡോക്ടർമാർ സംശയം പറഞ്ഞതോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല.
തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവർ ലിഫ്റ്റിൽ കയറി 5ാം നിലയിലെത്തിയ ശേഷം പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ വന്ന് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ച ശേഷം പുറത്തുപോയതായി കണ്ടെത്തി. തുടർന്ന് 11:30യോടെ യുവതി വേഷം മാറി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങി ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വനിതാ സെക്യൂരിറ്റി ജീവനക്കാർ തടയുകയായിരുന്നു. ഇവ എന്നാണ് പേരെന്നാണ് പിടിയിലായപ്പോൾ യുവതി പറഞ്ഞത്. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയാണെന്നും ഇപ്പോൾ പേരൂർക്കടയിൽ താമസമാണെന്നും ഇവർ പറഞ്ഞു. യുവതിയെ മെഡിക്കൽ കോളേജ് പോലീസിൽ ഏൽപ്പിച്ചു. സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ത്രീപീഡന കേസുകളിൽ ഈ നാട്ടിൽ 2 നീതിയാണ്. സർക്കാർ പക്ഷത്തുള്ളവർ എന്തു വൃത്തികേട് കാട്ടിയാലും അവരെ സംരക്ഷിക്കാൻ പോലീസും ഭരണകൂടവുമുണ്ട്. എതിർകക്ഷിയിലുള്ളവർക്കെതിരെയാണ് പരാതിയെങ്കിൽ അതിൻ്റെ വസ്തുത പോലും പരിശോധിക്കാതെ വേട്ടയാടും. സംവിധായകനും മുൻ ഇടത് MLAയുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിൽ സർക്കാരും പോലീസും വേട്ടക്കാരനൊപ്പമായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തക ആശ ആച്ചി ജോസഫാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ ഏറെ വൈകി. മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതുവരെയും കാത്തിരുന്നു. ഒത്തുതീർപ്പിനും പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമമായിരുന്നു പിന്നീട് കണ്ടത്. എന്നാൽ ഒത്തുതീർപ്പെന്ന അപമാനത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് ആശയുടെ തുറന്നെഴുത്ത്. ഇടത് സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകളുടെ ഇരട്ടത്താപ്പെന്ന ആക്ഷേപമുയർന്ന സംഭവമായിരുന്നു സംവിധായകനും മുൻ ഇടത് MLAയും രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ തൊഴിലിടത്തിൽ നിന്നും ഉയർന്ന ഗുരുതരമായ ലൈംഗിക അതിക്രമ പരാതി. അതിക്രമം നേരിട്ടത് താനാണെന്ന് വ്യക്തമാക്കി രംഗത്തു വന്നിരിക്കുകയാണ് പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തക ആശ ആച്ചി ജോസഫ്. നിശബ്ദയാകാൻ ഒടുക്കമല്ലെന്ന തലക്കെട്ടിൽ ആശ എഴുതിയ ലേഖനത്തിൽ സർക്കാരിനെയും നിയമ സംവിധാനത്തെയും ഒത്തുതീർപ്പ് സംഘങ്ങളെയും തുറന്നു കാട്ടുന്നു. നവംബർ 23-ന് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. 4 ദിവസം കഴിഞ്ഞ 2 വനിതാ പോലീസുകാർ വന്ന് മൊഴിയെടുത്തതല്ലാതെ ഒന്നുമുണ്ടായില്ല. 2 ആഴ്ചയിലേറെ കഴിഞ്ഞ് ഡിസംബർ 8-ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും FIR രജിസ്റ്റർ ചെയ്തില്ലെന്നാണ് ആശ പറയുന്നത്. ഇതിനിടെ അക്കാദമി ഭാരവാഹികൾ ഫോണിലൂടെ ദുഃഖം രേഖപ്പെടുത്തി. വാഗ്ദാനങ്ങൾ പലതും നൽകി. ഒത്തുതീർപ്പിനായി ശ്രമിച്ചവരോട് ആശയ്ക്ക് പറയാനുള്ളത് ദയവായി തന്നെ ആ അപമാനത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ്. മിണ്ടാതിരിക്കുക എന്നത് തന്റെ അന്തസ്സിനുമേൽ നടക്കുന്ന 2ാമത്തെ അതിക്രമമാണെന്ന് തോന്നിയെന്നും ആശ പറയുന്നു. താനുൾപ്പെടെ WCC കൂട്ടായ്മ സഹപ്രവർത്തക നേരിട്ട ആക്രമണത്തിൽ ശബ്ദമുയർത്തി 9 വർഷങ്ങൾക്കിപ്പുറവും തൊഴിലിടത്തിൽ തനിക്ക് ദുരനുഭവം നേരിട്ടു. തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തിനെതിരെ നിയമം പറയുന്നത് തടയൽ, നിരോധിക്കൽ, പരിഹരിക്കൽ എന്നാണ്. ആദ്യത്തെ 2നും കഴിയാത്ത വ്യവസ്ഥിതിക്ക് പരിഹാരം നൽകാനും കഴിയില്ലെന്ന് ആശ ചൂണ്ടിക്കാട്ടുന്നു. സംരക്ഷണത്തിന്റെയോ സുരക്ഷയുടെയോ പേരിൽ ഒരു സ്ത്രീയും നിശബ്ദരാകരുതെന്നും തനിക്ക് സഹതാപമല്ല ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും അവർ വ്യക്തമാക്കി. ആശ വനിതാ കമ്മീഷനും പരാതി നൽകിയതായി P സതീദേവി വ്യക്തമാക്കി. കേസിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ലഭിച്ചില്ലെന്നും പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയതിൻ്റെ ഒരു കോപ്പിയാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് FIR ഇട്ടു എന്നും കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നും അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ PT കുഞ്ഞുമുഹമ്മദിനെ പോലീസ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുകയാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടിയിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. തിരുവല്ല സ്പായിൽ പട്ടാപ്പകൽ അതിക്രമിച്ചു കയറിയ ഗുണ്ടാ സംഘങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതാണ്. ഗുണ്ടാ പിരിവ് നൽകാത്തതിനാലാണ് ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തത്. സംഭവത്തിന് ശേഷം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ 7 പേരുണ്ടായിരുന്നു. പക്ഷേ പോലീസ് FIR ഇട്ടത് 6 പ്രതികൾക്കെതിരെ. അങ്ങനെയെങ്കിൽ ആ 7ാമൻ ഇവിടെ പോയി? മുഖ്യപ്രതി മരണം സുബിൻ്റെ മൊഴികളിൽ നിന്ന് നിർണായകമായ വിവരം ലഭിച്ചു. അതോടെ പോലീസ് 7ാം പ്രതിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ബലാത്സംഗ കേസിൽ 7ാം പ്രതി ഷിൻഡോയും അറസ്റ്റിലായിരിക്കുന്നു. പിടിയിലായ പ്രതികളെല്ലാം സ്ഥിരം കുറ്റവാളികളെന്നാണ് പോലീസ് നൽകുന്നത്.
തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ ആദ്യം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് 6 പ്രതികൾക്കെതിരെയായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യപ്രതി മരണം സുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ അടക്കമുള്ള 6 പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു. 1-ാം പ്രതി സുബിൻ അലക്സാണ്ടറെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് 7-ാമത്തെ പ്രതിയിലേക്ക് അന്വേഷണമെത്തിയത്. സുബിനിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചതോടെ CCTV ദൃശ്യങ്ങൾ പോലീസ് വീണ്ടും പരിശോധിച്ചപ്പോൾ 7-ാമത്തെ പ്രതിയുടെ ദൃശ്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പ്രതി ഷിൻഡോ സണ്ണിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പോലീസ് പിന്നാലെയുണ്ടെന്ന വിവരം മനസ്സിലാക്കിയ ഷിൻഡോ ട്രെയിൻ മാർഗം നാടുവിടാൻ തുടങ്ങിയ സമയമാണ് പോലീസ് പിടികൂടുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് പുലർച്ചെ 7-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു സ്പായിൽ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് എത്തിയ സംഘം ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. സംഭവത്തിൽ ആദ്യം അറസ്റ്റിലായ 6 പേർക്കും പലതരത്തിലുള്ള ക്രിമിനൽ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂട്ടബലാത്സംഗ കേസ് പുറം ലോകമറിയുന്നത്. മുഖ്യപ്രതി സുബിൻ അലക്സാണ്ടറുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. പട്ടാളവും പോലീസുമൊക്കെ കാവലുള്ള തിരുവനന്തപുരം പാങ്ങോട്ടെ മിലിറ്ററി ക്യാമ്പ് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അവിടെ ഒരു കള്ളൻ കയറിയത് ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. മിലിറ്ററി ക്യാമ്പിൽ നിന്ന് 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. 2 ദിവസം മുൻപാണ് കവർച്ച നടന്നതെന്നാണ് പരാതി. 1 നൂറ്റാണ്ട് മുൻപ് സർക്കാർ സൈന്യത്തിന് കൈമാറിയ ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസും മോഷണത്തെക്കുറിച്ച് പൂജപ്പുര പോലീസും അന്വേഷണം തുടങ്ങി. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഓഫീസേഴ്സ് മെസ്സിൽ സൂക്ഷിച്ചിരുന്ന 2 ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. ബുധനാഴ്ച കവർച്ച നടന്നതായാണ് പരാതിയിൽ പറയുന്നത്. അന്നേ ദിവസം ഓഫീസേഴ്സ് മെസ്സിൽ പാർട്ടി നടന്നിരുന്നു. ഇതിൽ പുറത്തുനിന്ന് പങ്കെടുത്ത DJ ടീം അംഗങ്ങളും പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് സംഘത്തെയുമാണ് നിലവിൽ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ൽ സർക്കാർ സൈന്യത്തിന് കൈമാറിയ ആനക്കൊമ്പുകളാണ് മോഷണം പോയതെന്ന് കേസ് അന്വേഷിക്കുന്ന പൂജപ്പുര പോലീസ് വ്യക്തമാക്കി. 2 കോടി രൂപയാണ് കാണാതായ ആനക്കൊമ്പുകളുടെ മതിപ്പ് വില. സംഭവത്തെക്കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസും ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് പാങ്ങോട് ക്യാമ്പിലേക്ക് ഇതര സംസ്ഥാനക്കാരൻ അതിക്രമിച്ചു കയറിയതും വിവാദമായിരുന്നു. തുടർന്ന് സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ച ക്യാമ്പിൽ നിന്ന് കോടികളുടെ ആനക്കൊമ്പ് മോഷണം പോയതാണ് സംശയം ബലപ്പെടുത്തുന്നത്. ആനക്കൊമ്പ് മോഷണത്തിൽ ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോയെന്നും ഇന്റലിജൻസ് വിഭാഗം പരിശോധിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രായം 67ആയി, പ്രാരാബ്ധങ്ങളൊന്നുമില്ല, മക്കളെക്കുറിച്ച് ആശങ്കയും വേണ്ട. ഇനിയുള്ള കാലം അങ്ങ് സന്തോഷത്തോടെ ജീവിച്ചാൽ പോലെ. പക്ഷെ പ്രായം എത്രയായാലും ചിലർക്ക് പണത്തോട് വല്ലാത്ത ആർത്തിയാണ്. അതാണ് മനുഷ്യരെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്നത്. കൊല്ലം സ്വദേശിയായ 67കാരൻ തട്ടിപ്പിനിരയായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ട്രേഡിങ്ങിലൂടെ വൻ ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് 1,65,00,000 രൂപയാണ് സംഘം തട്ടിയെടുത്തത്. സോഷ്യൽ മീഡിയ വഴി സമീപിച്ച സംഘം തന്ത്രപരമായാണ് പരാതിക്കാരനെ കെണിയിൽ വീഴ്ത്തിയത്. വ്യാജ വെബ്സൈറ്റുകളിലൂടെ അക്കൗണ്ട് തുറപ്പിച്ച് പലതവണയായി പണം തട്ടിയെന്നാണ് പരാതി. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സംഘമാണ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ ആദ്യം വയോധികരുമായി ചാറ്റ് ചെയ്യുന്നത്. തുടർന്ന് വിവിധ വെബ്സൈറ്റുകളിൽ അംഗത്വമെടുക്കാനും ലോഗിൻ ചെയ്യാനും നിർദ്ദേശിച്ചു. ഇതിലൂടെ വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും കൈവശപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് വ്യാജ ട്രേഡിംഗ് അക്കൗണ്ടുകൾ വഴി ലാഭം ലഭിക്കുന്നതായി കാണിച്ച് വിശ്വാസം നേടിയ ശേഷം വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പലതവണകളായി പണം അയക്കാൻ ആവശ്യപ്പെട്ടു. 2025 സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ബാങ്ക് ഓഫ് ബറോഡ, ആക്സിസ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിലേക്ക് 1.5 കോടിയിലധികം രൂപയാണ് കൈമാറിയത്.
പിന്നീട് പണം പിൻവലിക്കാനോ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ലാഭം ലഭിക്കാനോ കഴിയാത്തതോടെ തട്ടിപ്പ് മനസ്സിലായ 67-കാരൻ പോലീസിൽ പരാതി നൽകിയായിരുന്നു. കൊല്ലം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്ന ട്രേഡിംഗ് ഓഫറുകളിലും ഇതര വെബ്സൈറ്റുകളിലും ലോഗിൻ ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രഭാവതി അമ്മ ഇപ്പോൾ നാട്ടിലെ താരമാണ്. പൊതുനിരത്തിലെ നിയമലംഘനങ്ങൾക്കെതിരെ പോലീസും സംവിധാനങ്ങളും നോക്കുകുത്തിയാകുമ്പോഴാണ് ഈ വയോധിക വഴിയാത്രക്കാരെ നിയമം പഠിപ്പിക്കുന്നത്. ഇതോടെ മോട്ടോർ വാഹന വകുപ്പും നടപടിയുമായി രംഗത്തിറങ്ങി. ഫുട്പാത്തിലൂടെ നിയമവിരുദ്ധമായി സ്കൂട്ടർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ്റെ ലൈസൻസ് MVD സസ്പെൻഡ് ചെയ്തു. ഇയാളെ നിർബന്ധിത പരിശീലനത്തിന് അയക്കാനാണ് തീരുമാനം. നടപ്പാതയിലൂടെ വാഹനം ഓടിക്കുന്നത് തടഞ്ഞ പ്രഭാവതി അമ്മയെ മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും അനുമോദിച്ചു. എരഞ്ഞിപ്പാലം സിഗ്നലിന് സമീപം റോഡിൽ വൻ തിരക്കുള്ള സമയത്താണ് സ്കൂട്ടർ നടപ്പാതയിലൂടെ ഓടിച്ചു പോകാൻ യാത്രികൻ ശ്രമിച്ചത്. ഇത് കണ്ട പ്രഭാവതി അമ്മ വണ്ടിക്ക് മുമ്പിൽ തടസ്സമായി നിന്നു. സ്കൂട്ടർ യാത്രികൻ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും കാലുവെച്ച് തടഞ്ഞും മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയും അവരയാളെ റോഡിലേക്ക് തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. നിയമലംഘനത്തെ ധൈര്യപൂർവ്വം നേരിടുന്ന പ്രഭാവതി അമ്മയുടെ ദൃശ്യങ്ങൾ വൈറലായി മാറിയതോടെയാണ് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത്. സ്കൂട്ടർ ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ പിടികൂടാൻ ഇനി മുതൽ മഫ്തിയിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. പ്രഭാവതി അമ്മയെ വീട്ടിലെത്തി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആദരിക്കുകയും ചെയ്തു. ഉണ്ടാവണം. ഞാൻ നമ്പറൊന്നും നോട്ട് ചെയ്തില്ല, എനിക്ക് ഇതിൽ കിട്ടാൻ പറ്റിയിട്ടില്ല. മുമ്പും പലതവണ നടപ്പാതയിലൂടെ സഞ്ചരിച്ച വാഹനങ്ങൾ ഇവർ മടക്കി അയച്ചിട്ടുണ്ട്. മോശമായി പെരുമാറിയവരുടെ മുഖത്തടിച്ചിട്ടുണ്ടെന്നും പ്രഭാവതി അമ്മ പറയുന്നു. അവന് വേണമെങ്കിൽ സ്പീഡ് അടിച്ചിട്ട പോക്ക് പോകാം. അങ്ങനെ പോയിട്ടുണ്ട് പലരും. അതിനോട് ഇളനി കുടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അതിലെ പോയിട്ട് ഒറ്റയടിക്ക് കയറിപ്പോയിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ബാക്കോട്ട് എടുക്കാന്ന് പറ്റുള്ളൂ. അപ്പോൾ അവൻ ബാക്കോട്ട് എടുത്തു. ഇത് ഉള്ളതുകൊണ്ട് അവൻ ബാക്കോട്ട് എടുത്തു. ബാക്കോട്ട് എടുത്ത് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ജയിച്ചു എന്ന് എനിക്കൊരു കോംപ്ലിമെൻറ്റ് തന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരും ആളുകളൊക്കെ നോക്കുന്നുണ്ട്, ട്രാഫിക് ജാമുണ്ട്. അപ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ആണെന്നൊന്നും അറിയുന്നില്ല, ക്യാമറയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ധാരണയിൽ അവൻ ഫോട്ടോ എടുത്താലോ അവിടെയുള്ള ആരെങ്കിലും സ്റ്റാഫോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ എടുത്താലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിയമലംഘനത്തിനെതിരെ ധീരമായ നിലപാടെടുത്ത പ്രഭാവതി അമ്മയെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ജില്ലാ കളക്ടർ അടക്കമുള്ളവരും അഭിനന്ദിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഫോണിലൂടെയും നൂറുകണക്കിന് ആളുകളാണ് പ്രഭാവതി അമ്മയുടെ ധൈര്യത്തെ പ്രശംസിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. നമ്മൾ എത്രയൊക്കെ ഉപദേശിച്ചാലും അനുഭവങ്ങളിലൂടെയാകും ചിലർ പാഠം പഠിക്കുക. സ്വർണത്തിന് തീവിലയാണെന്നും വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നത് അപകടകരമാണെന്നും അറിയാം. എന്നാലും മലയാളികൾക്ക് സ്വർണത്തോട് വലിയ പ്രിയമാണ്. അതിനാൽ തന്നെ പലരുടെയും വീടുകളിൽ കുറേ ആഭരണങ്ങളുണ്ടാകും. തിരുവനന്തപുരം ധനുവച്ചപുരത്തെ ഒരു വീട്ടിൽ കള്ളൻ കയറിയത് കുടുംബം പുറത്തുപോയ സമയത്താണ്. വീട് കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് 27 പവൻ സ്വർണവും 35,000 രൂപയും കവർന്നെന്നാണ് പരാതി. CCTV DVRും കള്ളൻ കവർന്നു. സംഭവത്തിൽ കേസെടുത്ത പാറശാല പോലീസ് പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ധനുവച്ചപുരത്തിന് സമീപം നെടിയാങ്കോട് ഇന്ദിരാനഗറിൽ ഷാജു സാമുവേലിന്റെ രത്നവിലാസം വീട്ടിലാണ് വ്യാഴാഴ്ച രാത്രി കള്ളൻ കയറിയത്.
അധ്യാപകനായ ഷാജിവും ഭാര്യ ഇന്ദുവും വിഴിഞ്ഞത്ത് മകളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. പുലർച്ചെ വീടിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ഷാജുവിന് ക്യാമറ ഓഫായതായി മനസ്സിലായി. തുടർന്ന് സമീപത്ത് താമസിക്കുന്ന സഹോദരനെ വിവരം അറിയിച്ചു. ഇയാൾ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് അലമാരകൾ ഉൾപ്പെടെ കുത്തിപ്പൊളിച്ചാണ് മോഷണം നടത്തിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 27 പവനും 35,000 രൂപയും കവർന്നു. മൊബൈലിൽ നോക്കിയാൽ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് കട്ടായിരിക്കുകയാണ്. അത് കട്ടായിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ തൊട്ടടുത്ത് അണ്ണൻ താമസിക്കുന്നുണ്ട്, വിക്ടർ ശ്യാമൽ. അപ്പോൾ പുള്ളിയെ ഞാൻ വിളിച്ച് പറഞ്ഞു അതുപോലെ ക്യാമറ കട്ടായിരുന്നു. അപ്പോൾ പുള്ളി ഉടൻ വന്ന് നോക്കിയപ്പോൾ ഈ ക്യാമറ തുണി വെച്ച് മറച്ചിരിക്കുന്നു. 2 ക്യാമറ തുണി വെച്ച് മറച്ചിരിക്കുന്നു, 2 ക്യാമറ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ബാക്കിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോറ് കുത്തി തുറന്നിരിക്കുന്നു. ഡോറ് കുത്തി തുറന്ന് അകത്ത് കിടന്ന് എല്ലാ റൂമിലെയും വാതിൽ കുത്തി തുറന്ന് തുണിയെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. അതുപോലെ മകളുടെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. കുറച്ച് പൈസയും കൊണ്ടുപോയിട്ടുണ്ട്. വീടിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ തോർത്തുകൊണ്ട് മറച്ചതിന് ശേഷമാണ് മുൻവാതിൽ തകർത്തത് എന്നാണ് പ്രാഥമിക നിഗമനം. അകത്ത് കയറിയ ശേഷം DVRും കൈക്കലാക്കിയാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. പരാതിയെ തുടർന്ന് പാറശാല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. CCTV ദൃശ്യങ്ങൾ, ഫോൺ കോളുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നും പാറശാല പോലീസ് വ്യക്തമാക്കി. 1 മാസം മുമ്പ് പാറശാല സ്റ്റേഷൻ പരിധിയിലെ ആറയൂരിലെയും അമരവിളയിലെയും വീടുകൾ കുത്തുറന്ന് 70ഓളം പവൻ കവർന്നിരുന്നു. ഈ കേസിൽ ഒരു പ്രതിയെ പോലീസ് പിടികൂടി. മലയോര ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമാകുന്ന മോഷണങ്ങളിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മലപ്പുറം നിലമ്പൂർ പോലീസ് 2-3 ദിവസമായി ഒരു മോഷ്ടാവിന് കാവൽ നിൽക്കുകയാണ്. അവർ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും നിരീക്ഷണമുണ്ട്. നിലമ്പൂരിൽ കുട്ടിയുടെ മാല കവർന്ന് വിഴുകിയ കേസിലെ പ്രതിയിൽ നിന്ന് സ്വർണം കണ്ടെത്താനാണ് ശ്രമം. 3 ദിവസമാകുമ്പോൾ മാല സ്വാഭാവിക രീതിയിൽ പുറത്തു വരാത്തതിനെ തുടർന്ന് പ്രതി സമീനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ക്ലിനിക്കിൽ ചികിത്സയ്ക്കെത്തിയ കുഞ്ഞിൻ്റെ അരപ്പവനോളം തൂക്കമുള്ള മാലയാണ് യുവതി കവർന്നത്. ഈ മാസം 10-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ വെച്ചായിരുന്നു മോഷണം. മമ്പാട് സ്വദേശികളായ ദമ്പതിമാർ ഇവിടെ കുട്ടിയെ കാണിക്കാൻ എത്തിയതായിരുന്നു. ക്ലിനിക്കിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ സമീന കൊഞ്ചിക്കുന്നത് വീട്ടുകാർ ശ്രദ്ധിച്ചു. ഇതിനിടെ കുട്ടിയുടെ 3.5 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല കാണാതാവുകയായിരുന്നു. സംശയം തോന്നിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സമീനയെ തടഞ്ഞുവെച്ചു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ യുവതി മാല വിഴുങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും കുറ്റം സമ്മതിച്ചില്ല. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തി. വയറിളക്കി മാല വീണ്ടെടുക്കാൻ എനിമ നൽകി. 2 വനിതാ CPOമാർ, കുട്ടിയുടെ മാതാവ് എന്നിവർ കാവൽ നിന്നു. എന്നാൽ ആഭരണം മാത്രം പുറത്തു വന്നില്ല. ഇതോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ പ്രതിയുമായി പോലീസ് തൊണ്ടിമുതലിനായി കാത്തിരിപ്പ് തുടരുകയാണ്. ന്യൂസ് 18 മലപ്പുറം. കേരളം ഇപ്പോൾ ലഹരി മാഫിയയുടെ പിടിയിലാണ്. യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ മയക്കുമരുന്ന് അടിമകളാകുന്ന കാഴ്ച. വ്യാപകമായ രീതിയിലാണ് ഇവിടേക്ക് ലഹരി ഒഴുകുന്നത്. മലപ്പുറം മഞ്ചേരിയിൽ 2 ഇടങ്ങളിൽ നിന്നായി വാഹനത്തിൽ വിൽപ്പനയ്ക്കായി കടത്തിയ MDMA ശേഖരം പിടികൂടി. 50 ഗ്രാമോളം MDMAയുമായി 4 പേരെയാണ് മഞ്ചേരി പോലീസും ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പണവും ഇലക്ട്രിക് ത്രാസും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് വൻതോതിൽ MDMA പിടികൂടിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് പരിസരത്തും മുള്ളമ്പാറ കോണിക്കല്ലിലും നടത്തിയ പരിശോധനയിൽ 50 ഗ്രാമോളം MDAയും അനുബന്ധ ഉപകരണങ്ങളും പണവും പിടിച്ചെടുത്തു. 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ വാഹന പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന 4.3 ഗ്രാം MDMAയാണ് പിടികൂടിയത്. എടക്കര കാക്കപ്പരത് സ്വദേശി പാലിശ്ശേരി വീട്ടിൽ പ്രകാശിനെ അറസ്റ്റ് ചെയ്തു. മഞ്ചേരിയിലെ സ്വകാര്യ ലോഡ്ജ് നടത്തിപ്പുകാരനാണ് പിടിയിലായ പ്രകാശ്.
മഞ്ചേരി മുള്ളമ്പാറ കോണിക്കലിൽ നടത്തിയ പരിശോധനയിലാണ് കാറിലെത്തിച്ച 43 ഗ്രാം MDMA പിടികൂടിയത്. മമ്പാട് ഓടായിക്കൽ സ്വദേശി മേത്തലയിൽ വീട്ടിൽ ഷുഹൈബ്, പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ വീട്ടിൽ നാസർ, വാണിയമ്പലം തച്ചങ്കോട് സ്വദേശി തേനാരി വീട്ടിൽ സാജിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. 3-അംഗ സംഘത്തിൽ നിന്ന് ഇലക്ട്രോണിക്സ് ത്രാസുകളും 85,000 രൂപയും കണ്ടെടുത്തു. പിടിയിലായ ഷുഹൈബ് നിലമ്പൂർ പെരിന്തൽമണ്ണ സ്റ്റേഷനുകളിലും ലഹരി കേസുകളിൽ പ്രതിയാണ്. മലപ്പുറം SP R വിശ്വനാഥിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സെൽ DYSP CBNO, മലപ്പുറം DYSP പ്രേമാനന്ദകൃഷ്ണൻ, മഞ്ചേരി SI-മാരായ ജസ്റ്റിൻ, വിഷ്ണു SS എന്നിവരും ഡാൻസ് ഓഫ് സംഘവുമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ RPFന്റെ നേതൃത്വത്തിൽ വൻ കഞ്ചാവ് വേട്ട. നാഗർകോവിലേക്ക് പോയ ഗുരുദേവ് എക്സ്പ്രസ് പുറപ്പെട്ട ശേഷം സംശയാസ്പദമായ രീതിയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോഴാണ് 5 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സമാനമായ രീതിയിൽ 11 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. എറണാകുളം ജില്ലയിൽ മിൽമ ക്ഷീര സഹകരണ സംഘങ്ങളിൽ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. വാരപ്പെട്ടി, പുത്തൻകുരിശ് സംഘങ്ങളിലായിരുന്നു പരിശോധന. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സരൻ പിള്ളയുടെ വീട്ടിലും ഡയറക്ടർ ബോർഡ് അംഗം PS നജീബിന്റെ വീട്ടിലും റെയ്ഡ് നടന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 17 ഗ്രാം MDMA-യുമായി യുവാവ് ഓച്ചിറ പോലീസിന്റെ പിടിയിൽ. കോട്ടയം സ്വദേശിയായ അനൂപാണ് ചങ്ങൻകുളങ്ങരയിലെ വീട്ടിൽ നിന്ന് പിടിയിലായത്. ചില നാട്ടിൽ വിവാഹവേദിയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഭക്ഷണത്തിന്റെ പേരിലോ മറ്റ് നിസ്സാര പ്രശ്നത്തിന്റെ പേരിലോ തല്ലും ബഹളവും സൃഷ്ടിക്കുന്നവർ. തിരുവനന്തപുരം നിറമൺകുഴിയിൽ വിവാഹ സൽക്കാര ഹാളിൽ കഴിഞ്ഞ ദിവസം വരന്റെയും വധുവിന്റെയും വീട്ടുകാർ തമ്മിലടിച്ചത് പപ്പടത്തെ ചൊല്ലിയാണ്. നേരിയ തർക്കമുണ്ടായത് പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറ്റെടുത്ത് ഒടുവിൽ ഇരുകൂട്ടരും തമ്മിലുള്ള പൊരിഞ്ഞ സംഘർഷത്തിൽ കലാശിച്ചു. ഒടുവിൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. അതേസമയം സംഭവത്തിൽ ഇരുകൂട്ടരും പരാതിയൊന്നും നൽകിയിട്ടില്ല. പക്ഷേ അടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ രണ്ടു കൂട്ടർക്കും അത് നാണക്കേടായി. വിവാഹമെന്നത് രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം ക്ഷണിക്കുന്നത്. എന്നാൽ വെറും പപ്പടത്തിൻ്റെ പേരിലൊക്കെ തല്ലുകൂടുന്നത് എത്രത്തോളം മോശമാണെന്നൊന്ന് ചിന്തിച്ചേ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.